പിന്നെ ഇത്രയും വ്യക്തമായിട്ട് ആൾക്കാരുടെ മുന്നിൽ വന്ന വിഷ്വലിനെ അദ്ദേഹം നിരാകരിക്കുകയും ഏതോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു വാർത്തയല്ല ഒരു ചിത്രമോ ഒന്നും പുറത്തു വരാത്തൊരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആ ചിത്രം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തുകൊണ്ട് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയ ചിത്രമെങ്കിലും മതി, അടിക്കുന്ന ചിത്രമൊന്നും വേണ്ട, പരിക്ക് പറ്റിയ ചിത്രം പുറത്തു വിട്ടാൽ മതി. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ചികിത്സ തേടിയിട്ടുണ്ട്, ആക്രമിച്ചു. അതിന്റെ ചിത്രമൊന്നും പുറത്തു വന്നിട്ടില്ലല്ലോ, അതിന്റെ ഒരു ചിത്രം പുറത്തു വന്നിട്ടില്ല. അവിടെ നിൽക്കട്ടെ ജിംസേ, അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ആ ചിത്രമൊക്കെ നോക്കി പോയിട്ടുണ്ടോ? നിയമസഭയിൽ നടന്ന കാര്യം വീഡിയോ ഇല്ല, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലീസും CPM അല്ലേ? രക്ഷാപ്രവർത്തനം നടത്തിയിട്ട് ആലപ്പുഴയിൽ വെച്ച് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല, അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല ദയവ് ചെയ്ത് നിങ്ങൾ റോട്ടിൽ കാണിക്കുന്ന ഗുണ്ടായിസം ചർച്ചയിൽ കാണിക്കരുത്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന സുരക്ഷാ ഉദ്യോഗസ്ഥർ യൂത്ത് കോൺഗ്രസുകാരുടെ തലയടിച്ചു പൊളിച്ചു, യൂത്ത് കോൺഗ്രസുകാരുടെ തലയടിച്ച് പൊളിക്കുന്നുണ്ട്. ആ ചിത്രം ഇല്ലാന്നല്ലേ, ആ വീഡിയോ ഇല്ലാന്നല്ലേ കണ്ടത്? അജിംസൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അങ്ങനെ ഒരു വീഡിയോ തന്നെ ഇല്ല. ഇവർ ഇപ്പോൾ ഷാഫിയുടെ തലയ്ക്ക് വന്ന് അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരു അത്ഭുതമൊന്നും തോന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? അജിംസ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാവുന്നു. ഒരു വലിയ സംഘർഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തകരുണ്ടായിരുന്നു. അവർ പോലീസായിട്ട് തള്ളും, അപ്പുറത്ത് മറ്റേവരും ഉണ്ട്. പോട്ടെ, ഒരു മാർച്ചാണ്, അവിടെ തടയുന്നു പോലീസായിട്ട് ഉന്തും തള്ളും ഉണ്ടാവുന്നുള്ള സ്വാഭാവികമാണ്. അവിടെ ഉന്തും തള്ളും അല്ലാതെ ലാത്തി ചാർജ് നടന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ആ പുറകിൽ നിന്നൊരു പോലീസുകാരൻ ലാത്തി കൃത്യമായി ഷാഫി പറമ്പലിനെ ലക്ഷ്യമിട്ട് ഷാഫി പറമ്പലിനെ ആക്രമിക്കുന്നത്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ സംഘർഷം നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ജനപ്രതിനിധി വരുന്നത്, കോൺഗ്രസിന് ഉന്നതനായ ഒരു നേതാവ് വരുന്നത്, സ്വാഭാവികമായിട്ടും ആ സംഘർഷത്തെ ലഘൂകരിക്കാനാണ് പറ്റുക. ഇപ്പൊ ഇന്നലെ മുതൽ നിങ്ങൾ പല സ്ഥലത്തും യൂത്ത് കോൺഗ്രസ് അതിവൈകാരികതയോടുകൂടി നടത്തുന്ന പ്രതിഷേധങ്ങൾ കണ്ടല്ലോ. അവിടെയെല്ലാം ടി സിദ്ദിഖാവട്ടെ, പ്രവീൺ കുമാർ ആവട്ടെ, KC അബു ആവട്ടെ, അവരെല്ലാം ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ശാന്തരാവാത്ത പ്രവർത്തകർ നേതാക്കന്മാരോട് തന്നെ തട്ടിക്കയറുന്ന വിഷ്വൽ നിങ്ങൾക്ക് പുറത്തു വന്നു. അപ്പോൾ രാഷ്ട്രീയത്തിലെ ഉന്നതമായ നേതൃത്വം, ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള സംഘർഷ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ചെയ്തത് ആ വൈകാരികത ശാന്തമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ വൈകാരികയെ ശാന്തമാക്കണം അവരാണ് പോലീസിന്റെ ഉന്നത നേതൃത്വമായിട്ട് ഡയലോഗിൽ പോകേണ്ടത്, ആ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ സംഘർഷം ഒഴിവാക്കേണ്ടത്. അങ്ങനെ ആ ഷാഫി പറമ്പിൽ MPയോട്, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്, അദ്ദേഹത്തോട് സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ആ ജനപ്രതിനിധിയെ നേരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്ന പോലീസിന്റെ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. പോലീസ് എക്സസ് അല്ലേ? ഒരു സംഘർഷ സ്ഥലത്ത് ഒരു ലാത്തി ചാർജിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നു, ഷാഫി നിലത്ത് വീഴുന്നു, പോലീസ് തല്ലുമ്പോൾ തലയിൽ കൊള്ളുന്നു, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു ലാത്തി ചാർജ് നടക്കുമ്പോൾ ഒരാൾ നിലത്ത് വീഴുമ്പോൾ പോലീസ് അടിക്കുന്നു, അതൊക്കെ ഉണ്ടാവും, സമരഘട്ടത്തിൽ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അല്ല ഒരു കല്ലേറാണ് ഉണ്ടാവുന്നതെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പുറത്ത് അതൊന്നുമില്ലാതെ പോലീസിന്റെ നിര നിന്നുകൊണ്ട് ആ പ്രവർത്തകരെ തടയുമ്പോൾ യാതൊരു പ്രകോപനം, ഉന്ത് തള്ളുവൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ പ്രകോപനമായിട്ടൊന്നും ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയില്ല. ആ സമയത്ത് ഷാഫിയെ ലക്ഷ്യമിട്ട് തലയിൽ അടിക്കുന്ന പോലീസ് ആരാണ്? CPMന്റെ ക്രിമിനലുകളാണ് ആ പോലീസ്. ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴയിൽ മേഘ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഇതേപോലെ ഇവർ ആക്രമിച്ചില്ലേ, തലക്കടിച്ചത്? ഒരു സംഘർഷവും ഇല്ലാത്ത പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴല്ലേ ആലപ്പുഴയിൽ ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ നിന്നിറങ്ങി ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ തലക്കടിച്ചത് ഇല്ലേ? ഈ തെമ്മാടി ക്രിമിനൽ കൂട്ടങ്ങൾ കേരളത്തിൽ CPMന്റെ പോലീസായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് സംഘർഷം ഉണ്ടാക്കുക. എന്റെ ചോദ്യം അവിടെയാണ്. നോക്കൂ, ഈ പേരാമ്പ്ര ടൗണിൽ LDF പ്രകടനം നടത്തി, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾ LDFും UDFും ഒരുമിച്ച് പ്രശ്നം നടത്തി, നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് പോലീസുമായിട്ട് മാത്രം പ്രശ്നം? സ്വാഭാവികമാണ്. 40ഓളം വർഷമായിട്ട് അവിടെ ഇരുന്ന ആ കോളേജിൽ UDFന്റെ വിജയം ഉണ്ടായതോടെ, UDSFന്റെ വിജയം ഉണ്ടായതോടെ ആ ജയിച്ച പ്രവർത്തകരെ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ സംഘർഷമുണ്ടാക്കി CPM. അതിൽ പ്രതിഷേധിച്ച് നടന്നത്, ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ പാർട്ടികൾ പോലീസുമായിട്ട് ഏറ്റുമുട്ടും, പോലീസുമായിട്ട് സംഘർഷമുണ്ടാകും. ഒരു പ്രതിഷേധം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പോലീസിന്റെ ഡ്യൂട്ടി എന്താ? ആ സംഘർഷം ലഘൂകരിക്കുകയും കൺട്രോളിൽ കൊണ്ടുപോയതാണ്. അതല്ലാതെ പോലീസ് തന്നെ അക്രമത്തിന് കാരണമല്ലേ കണ്ടത്? ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകർ പോലീസിനെതിരെ ആക്രമണം നടത്തിയോ? എന്തെങ്കിലും വടിവെച്ചടിച്ചോ? ഒരു കല്ലെറിഞ്ഞോ? ഒന്നുമില്ലല്ലോ. അവർ ഷീൽഡ് വെച്ച് വരുന്ന പ്രവർത്തകരെ തടഞ്ഞു നിർത്തുന്നു. അങ്ങനെയാണല്ലോ ഒരു മാർച്ച് വരുമ്പോൾ പോലീസ് തടയുന്നത്. അങ്ങനെയാണ്, ഷീൽഡ് വെച്ച് തടയും, അല്ലെങ്കിൽ ബാരിക്കേഡ് വെച്ച് തടയും. അങ്ങനെ ബാരിക്കേഡ് വെച്ച് തടയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സോ അല്ലെങ്കിൽ തർക്കങ്ങളോ തള്ളകോ ഒക്കെ ഉണ്ടാവും.